ഉള്ള സെൽഫ് ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലെക്സിബിലിറ്റി. ഓഫ് കോഴ്സ് ഒറ്റയ്ക്ക് പഠിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. Learners can choose when and where to study, allowing for a schedule that fits their personal needs and lifestyle. എന്താ, കുട്ടിക്ക് തന്നെ എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതൊക്കെ നോക്കിക്കണ്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പേഴ്സണലൈസേഷൻ. സെൽഫ് ലേണിംഗ് allows individuals to tailor their learning experiences based on their interest, strength and learning style. അപ്പോൾ എന്താ, ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് ഒരുപോലെ ആയിരിക്കില്ല, കപ്പാസിറ്റി ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മുടെ ലെവൽ ഓഫ് കപ്പാസിറ്റി, ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് ഓരോ കുട്ടിക്കും ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ളൊരു പേഴ്സണലൈസേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എൻഹാൻസ്ഡ് മോട്ടിവേഷൻ. Learners are often more motivated when pursuing topics they are passionate about, leading to deeper engagement. എന്താ, ചില കുട്ടികൾക്ക് മാത്സ് തീരെ പഠിക്കാൻ പറ്റില്ല, ചില കുട്ടികൾക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്താ, ഇവിടെ ആരാ നമ്മൾ എന്ത് പഠിക്കണം എന്ന് ചൂസ് ചെയ്യുന്നത്? കുട്ടി തന്നെയാണ് എന്താ പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കി നമ്മൾ അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കുട്ടി സ്വയം പഠിക്കുമ്പോൾ എന്താ, ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കുറച്ചുകൂടി കുട്ടി പാഷനേറ്റ് ആയിരിക്കും, കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കൽ സ്കിൽസ്. Self-learning fosters critical thinking, problem solving and research skill as learners actively seek and evaluate information. കുട്ടി ഒറ്റയ്ക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അതെന്താണ്, അതെവിടെ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് അത് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം, അതിൻ്റെയോടൊക്കെ ഒപ്പം തന്നെ കുട്ടി സ്വയം പഠിക്കുന്നത് കൊണ്ട് തന്നെ റിസർച്ച് സ്കിൽസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ ലൈഫ് ലോങ് ലേണിംഗ് ആണ്. Encourages a habit of continuous learning which is valuable in a rapidly changing world. ഇപ്പം എന്താ, ഒരാൾ പറഞ്ഞു കൊടുത്ത് പഠിക്കുന്നതും ഒരാൾക്ക് വേണ്ടി പഠിക്കുന്നതും അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുട്ടി ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ലൈഫ് ലോങ് ആയിട്ട് നമുക്കത് നിലനിൽക്കാനും അതേപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് നമുക്ക് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. Many self-learning resources such as online courses and free materials are often more affordable than formal education. എന്താണ്, ഒരു കംപ്ലീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്നതിനേക്കാൾ ആ കുട്ടിക്ക് അത് സ്വയം പഠിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്, ഓൺലൈൻ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. സോ അതെല്ലാം എന്താണ്, ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ദെൻ എംപവർമെൻറ്റ്. Builds confidence and independence as learners take control of their own educational learning. സ്വാഭാവികമായിട്ടും എല്ലാം നമ്മൾ സ്വയം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടി കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആവാനും കുട്ടിയുടെ കോൺഫിഡൻസ് കൂട്ടാനും എല്ലാം നമ്മുടെ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സസിബിലിറ്റി. എന്താ പറയുന്നത്, allows access to a vast range of resources and knowledge, often overcoming geographical and institutional barriers. ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാവൽ ഇഷ്യൂയോ അല്ലെങ്കിൽ വേറെ കുറേ സാഹചര്യം കാരണം അത് റെഗുലറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, ദെൻ സെൽഫ് മോട്ടിവേഷൻ. Driven by personal interest or curiosity, self-learners are motivated to pursue knowledge without external pressures. എന്താ, 24 മണിക്കൂറും പഠിക്കുക എന്ന് പറഞ്ഞിട്ട് പാരൻസിന് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. കുട്ടി സ്വയമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പഠിക്കുന്നതുകൊണ്ട് തന്നെ ആരും അവനെ അല്ലെങ്കിൽ അവളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുട്ടിയുടെ ആവശ്യമായിട്ട് മാറുകയാണ്. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ അഡ്വാൻറ്റേജ് പറയുമ്പോഴും ഇതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താ നമുക്ക് നോക്കി നോക്കാം. ലാക്ക് ഓഫ് സ്ട്രക്ചർ. എന്താ, വിതൗട്ട് എ ഫോർമൽ ഫ്രെയിംവർക്ക് ലേണേഴ്സ് may struggle with organization and time management, leading to inconsistent progress. എന്താ, കുട്ടി സ്വയം എന്ത് പഠിക്കണം, എപ്പോൾ പഠിക്കണം എല്ലാം കുട്ടിയുടെ കൺട്രോളിലാണ്.
അപ്പോൾ ആ ഒരു കുട്ടിക്ക് എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് എന്നൊക്കെ ഉള്ളത് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഒരു പ്രോപ്പർ സ്ട്രക്ചർ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അത്ര എഫക്റ്റീവ് അല്ല. ഇപ്പോൾ എലി അപ്പം കടിക്കണ പോലെ ഇവിടുന്ന് കുറച്ച് പഠിച്ചു, അവിടുന്ന് കുറച്ച് പഠിച്ചു, അങ്ങനെ കുറേശ്ശെ എവിടുന്നെങ്കിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡല്ല. ദെൻ ലിമിറ്റഡ് ഫീഡ്ബാക്ക്. എന്താ? സെൽഫ് ലേണേഴ്സ് ഓഫൻ മിസ് ഔട്ട് ഓൺ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് from instructors or peers which can hinder understanding and improvement. കുട്ടി ഒറ്റയ്ക്ക് പഠിക്കും, അവൻ അതൊക്കെ പഠിച്ചോളൂ, അവൻ അതിനുള്ള കഴിവൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ വിടുകയാണെങ്കിൽ എന്താണ്, കുട്ടി പഠിക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ അത് അതേ തെറ്റ് പിന്നീട് ആവർത്തിക്കാനും അതേപോലെ തന്നെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് കുറവാണ്. ഒറ്റയ്ക്ക് പഠിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നോക്കാതിരിക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ മോട്ടിവേഷൻ ചാലഞ്ചസ്. മെയിൻറ്റെയിനിങ് മോട്ടിവേഷൻ ക്യാൻ ബി ഡിഫിക്കൽട്ട്, എസ്പെഷ്യലി വെൻ ലേണേഴ്സ് എൻകൗണ്ടർ കോംപ്ലെക്സ് ഓർ ചാലഞ്ചിങ് മെറ്റീരിയൽ. എന്താ? ചെറിയ ടോപ്പിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കും, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ കുറച്ച് കട്ടിയായിട്ടുള്ള കാര്യം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എത്രയപ്പോൾ ഇതൊക്കെ ചെയ്യുക, എത്രയപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പിന്നിലേക്ക് വലിയാനുള്ള ചാലഞ്ച് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നിലേക്ക് ഉൾവലിഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് അവിടെ വളരെ കൂടുതലാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നിലേക്ക് അത് മെല്ലെ ഈ ഒരു മോട്ടിവേഷൻ കുറഞ്ഞു പോകുമ്പോൾ തന്നെ ആ ഒരു ലേണിംഗ് എഫക്റ്റീവ്നെസ്സും കുറഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. ദെൻ റിസോഴ്സ് ഓവർലോഡ്. The vast amount of available information can be overwhelming, making it hard to discern which resources are credible or relevant. എന്താ? കുറേ കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 സൈറ്റല്ല അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ തരിക, ഒരുപാട് വാസ്റ്റായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് കുറേ ഇൻഫർമേഷൻ കടൽ പോലെ കിടക്കുമ്പോൾ ഏതെടുക്കണം, ഏത് പഠിക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് റിസോഴ്സ് ഓവർലോഡ് ആവുമ്പോഴും നമുക്ക് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഐസൊലേഷൻ. സെൽഫ് ലേണിംഗ് ക്യാൻ ബി എ സോളിറ്ററി പ്രോസസ്, potentially leading to feelings of isolation or a lack of social interaction. ഞാൻ പറഞ്ഞു, കുട്ടി പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ചൊരു സോഷ്യൽ സ്കിൽസ് കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഒരു ഐസൊലേറ്റഡ് ഫീലിംഗ് ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ സ്കിൽ ഗ്യാപ്പ്. Without guidance, learners might miss critical knowledge areas or foundational concepts necessary for deeper understanding. എന്താണ്? പ്രോപ്പർ ഗൈഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചില സാധനങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ചില സാധനങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ അങ്ങനത്തെ കൺസെപ്റ്റൊക്കെ മിസ്സായിട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് പ്രോപ്പർ ഗൈഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അസസ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ്. ഇവാലുവേറ്റിംഗ് വൺസ് ഓൺ പ്രോഗ്രസ് can be challenging without standardized assessment, leading to uncertainty about mastery of the material. എന്താ? കുട്ടി സ്വയം അവനിഷ്ടമുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വയം പഠിച്ചൊരു കാര്യം സ്വയം അസസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഒരു 10 കുട്ടി 10 ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ഒരുമിച്ച് അസസ് ചെയ്യാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡൈസ്ഡ് അസസ്മെൻറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒന്ന് നമ്മൾ പറയുന്നത് ഡിസിപ്ലിൻ റിക്വയർഡ്. എന്താ? സെൽഫ് ലേണിംഗ് റിക്വയേഴ്സ് എ ഹൈ ഡിഗ്രി ഓഫ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് which may be difficult for some individual to maintain. എന്താ? ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിലും ഒരു എല്ലാ ദിവസവും ഇത്ര സമയം ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ പഠിക്കും, ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയയാണ് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ചില ആൾക്കാരുണ്ടാവും ഓപ്പൺ കോഴ്സസ് ഒക്കെ എടുത്തിട്ട് സമയമുണ്ടല്ലോ നമുക്ക് പഠിക്കാം, എപ്പോഴായാലും എന്താ നമ്മൾ തന്നെ അല്ലേ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എൻഡ് ഓഫ് ദ എക്സാം എല്ലാം കൂടി വലിച്ചു വാരി പഠിക്കാൻ നിൽക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒറ്റയ്ക്കാണ് പഠിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ലേ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലേക്ക് പോകാൻ പാടില്ല. എന്നും ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ ഒരു സ്റ്റഡീനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് ലേണിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്.
സോ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് റോട്ട് ലേണിംഗ്, രണ്ടാമത്തെ മീനിങ് ഫുൾ ലേണിംഗ്, ദെൻ ആക്റ്റീവ് ലേണിംഗ്, അതേപോലെ തന്നെ സെൽഫ് ലേണിംഗ്. ഇതിലേത് ചോദിച്ചാലും ഒരു ഫോർമാറ്റ് നമ്മൾ ഉണ്ടാക്കുക. എന്താണ് ഈ സാധനം എന്നുള്ളത് എഴുതുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജ് കൊടുക്കുക, ഡിസഡ്വാൻറ്റേജ് കൊടുക്കുക, ഇഫ് പോസിബിൾ ആപ്ലിക്കേഷൻസ് കൂടി നമ്മൾക്ക് ഓണായിട്ട് എഴുതാൻ പറ്റും എന്നുണ്ടെങ്കിൽ എഴുതുക. എപ്പോഴും നമ്മൾ 10 മാർക്കിനായാലും 5 മാർക്കിനായാലും സ്ട്രക്ചേർഡ് ആയിട്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്ലിയർ ആയോ?